നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങൾ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. അവർ ഇല്ലാതെ നിങ്ങൾ എത്ര സന്തോഷവാനാണെന്ന് കാണുമ്പോഴാണ് ആളുകൾ നിങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയതിൽ വിഷമിക്കാൻ തുടങ്ങുന്നത്. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുക. പരിഗണനയാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി. സ്നേഹമാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നന്മ. സത്യത്തിന് ഭാരം കൂടുതൽ ഉള്ളതിനാൽ അത് വായുവിലൂടെ വേഗം പടരില്ല. എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ്. അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടുന്തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതും ആക്കി മാറ്റുന്നു. നമ്മൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. അവനവൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനം, ത്യാഗം, ആത്മവിശ്വാസം, നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ്. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ആവശ്യമുള്ളിടത്തിന് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുക. നിങ്ങളുടെ ആവേശങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. എന്നും നിങ്ങളിങ്ങനെ ചെറുപ്പമായി ഉണ്ടാവില്ല എന്ന് എപ്പോഴും ഓർക്കുക. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. കൂടെ ഉള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നവരാണ്. പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ 1000 തവണ കരഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിക്കണം. ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കുന്നില്ല എന്ന സത്യം കൂടെ ചിന്തിക്കണം. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുടെ പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്ന് ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. എവിടെയാണോ നമ്മൾ തകർന്നത് അവിടെ നിന്നും ഉയർത്തെണീക്കണം. ആരൊക്കെയാണോ നമ്മളെ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും തരം താഴ്ത്തലുകൾക്കും ഇടയിൽ നാം പൊരുതി നേടുന്ന വിജയങ്ങൾക്ക് ഏറെ മധുരമുണ്ടാകും. മോശം സമയത്തെയും നമ്മളൊക്കെ ഇഷ്ടപ്പെടണം. കാരണം അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ആരെയാണ് നമ്മൾ സ്വന്തമെന്ന് വിളിക്കേണ്ടത് എന്ന്. ഉപകരണങ്ങൾക്ക് എന്നും ഓർമ്മശക്തി കുറവാണ്. ചെയ്തതൊക്കെ അധികം പേരും മറന്നുപോകും. ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തെറ്റായ സമയത്ത്
ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതാക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏത് അവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കാൻ. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നമ്മളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്.